ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഒരു 4 മണി പലഹാരം ആയാലോ എന്ന് ആലോചിച്ചു നോക്കിയപ്പം തട്ടിക്കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 4 മണി പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ 3 ഏത്തപ്പഴം ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡ്രൈ നട്ട്സ്, കശുവണ്ടി, മുന്തിരി, കുറച്ച് മൈദ, 1 ഗ്ലാസ് വെള്ളം, കുറച്ച് ചെറിയ തേങ്ങ, ഒരു ഇത്തിരി മഞ്ഞളും ഉപ്പും കേട്ടോ. ആദ്യമായിട്ട് പാലിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് പരട്ടണം കേട്ടോ. അതിനകത്ത് കുറച്ച് നമ്മൾ മാവൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒട്ടിപ്പിടിക്കൂലേ. ഇതുപോലെ ബ്രഷിലോ അതാ നമ്മൾ പണ്ടൊക്കെ വാഴയുടെ തണ്ടില്ലേ അതിൽ നമ്മൾ എണ്ണയൊക്കെ പരട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെ വീട്ടിലുള്ള സാധനങ്ങളനുസരിച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. കുറച്ചും കൂടെ ഓയിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഫസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇനി കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നല്ലോ, നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണേ, ഒത്തിരി വേണ്ട. എന്നാലും വലിയ പായസത്തിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യില്ലേ അതുപോലെ ഫ്രൈ ആയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് നമ്മൾ സിമ്പിലേക്ക് ആക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി മതി. പേര് നമ്മൾ കടിക്കുമ്പോൾ ഒരു പച്ചമണം ഉണ്ടാവരുതല്ലോ, അതിന് വേണ്ടി മാത്രമാണ്. പെട്ടെന്ന് 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 കോരി എടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഏകദേശം ഫ്രൈ ആയി. ഡ്രൈ നട്ട്സിനൊരു തീരുമാനം ഉണ്ടായി. ഇനിയുള്ളത് ഞങ്ങൾ അതിലേക്കൊരു പഴങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുവാണേ. ഏത്തപ്പഴം പറഞ്ഞല്ലേ അത്. എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുക്കും കേട്ടോ. ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കട്ടി കുറഞ്ഞിട്ട് വേണം ഇടാൻ കേട്ടോ. കട്ടി കുറഞ്ഞൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കണേ. സോറി. പിന്നെ അതുപോലെ എല്ലായിടത്തും രണ്ടാമത്തെ ലെയറായിട്ട് ഞങ്ങൾ എത്ര കൊള്ളാൻ പറ്റുമോ അത്രയൊക്കെ ജസ്റ്റ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുറച്ചും കൂടെ ആകുമ്പോൾ തിരിച്ചും മറിച്ചും ഇടണം കേട്ടോ. അത് ഫ്രൈ ആവണ്ടേ, തിരിച്ചും മറിച്ചൊന്നും ഇടണം. ആ ഗ്യാപ്പിൽ നമുക്ക് അത് ഫ്രൈ ആവണ ഗ്യാപ്പിൽ ഇവിടെ കുറച്ച് നമുക്ക് പണിയുണ്ട്. അതായത് മാവെടുത്തല്ലോ, മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരിത്തിരി കൂടി എടുക്കുക. വേണ്ടി വന്നാലും സ്പൂണോ എണ്ണ കൊണ്ടോ ആ സാധനം കൂടി ജസ്റ്റ് ഒന്ന് ഇതിൽ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇച്ചിരിയും കൂടി വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി. ഒരിത്തിരിയും കൂടി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആ ബാറ്ററി എത്ര വേണതോ ആ മാവിന് അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ബാറ്റർ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ടോർച്ചിൻ്റെ ബാറ്ററാണോ എന്തായാലും വിചാരിച്ചിട്ടില്ല, വേറെ എന്തെങ്കിലും ഇപ്പോൾ. അപ്പം മാവ് ഇത്രയായി. അതിലേക്ക് ഒരിത്തിരി മഞ്ഞളും ചേർക്കാം കേട്ടോ. തുള്ളിക്ക് തുള്ളി മഞ്ഞളാണ്, നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്തിരി മഞ്ഞളും, ഇത് നാടൻ മഞ്ഞളാട്ടോ, നമ്മുടെ ഒന്നും മായമൊന്നും ചേർക്കാതെ കളറൊന്നും ചേർക്കാതിരിക്കണത് സംഭവം കേട്ടോ. അപ്പം നല്ല ഓർഗാനിക് മഞ്ഞളുമാണ്. പിന്നെ ഒരിത്തിരി ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. ഇത്തിരി ഉപ്പാണ്. അങ്ങനെ ഏകദേശം പഴമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടപ്പം ഫ്രൈ ആയിട്ടോ. ഞാൻ ഈ ഗ്യാപ്പിലൊന്ന് മറിച്ചിട്ടായിരുന്നു.
അപ്പോൾ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഞാൻ ഇത്ര വെളിച്ചെണ്ണ ഇട്ടുകൊണ്ടേ ഉള്ളൂ. നമുക്ക് നെയ്യ് ഇടണമെങ്കിൽ കുറച്ച് ഗീ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തീരെ കട്ടി കുറവായിട്ട് വേണം അത് അരിയാൻ കേട്ടോ. ഞാൻ അരിയുമ്പോൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതുപോലെ ലെയ്യറായിട്ട് കിട്ടണം, ഒടിഞ്ഞൊന്നും പോകരുത്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് കുറച്ചും കൂടെ എണ്ണയൊക്കെ പരത്തി ദോശപ്പാനിലേക്ക് ഓയിലുണ്ടല്ലോ, ഓയിലൊന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ ഈ ആ ബാറ്റർ ഉണ്ടല്ലോ, ദോശമാവിൻ്റെ ബാറ്റർ, ആ ബാറ്റർ നമുക്ക് ഇച്ചിരി എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ. ഞാൻ അതിലേക്കൊരു ഇച്ചിരി തേങ്ങ ഇട്ടായിരുന്നു. ഇനി ഈ ആവണ ഗ്യാപ്പിൽ ഇത് പെട്ടെന്ന് ഇതായി കിട്ടുമല്ലോ. അപ്പം കുറച്ച് നമുക്ക് തേങ്ങയൊന്ന് എല്ലായിടത്തും ഒന്ന് വിതറിയിടാം കേട്ടോ. തേങ്ങ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ മൈദയുടെ മാവിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂടുതൽ സെൻറ്ററിലേക്ക് ഇടാനുള്ളത് നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെയായി. ഞങ്ങൾ ഫ്രൈ ചെയ്ത ബനാന ഉണ്ടല്ലോ, ബനാന ഒന്ന് നല്ല ചൂടുണ്ട്, ഫ്രൈ ചെയ്ത് ഇച്ചിരി എടുത്തിട്ട് ഇത് ലെയറായിട്ട് ഇടണം. പിന്നെ ചൂടുണ്ട്, ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യും. വൈകുന്നേരം സമയങ്ങളിൽ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് കൈ കൊണ്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല ചൂടാണ്. ഏകദേശം കുറച്ചും കൂടെ അത് ഫ്രൈ ആവണം കേട്ടോ. ഫ്രൈ ആവണ ഗ്യാപ്പിൽ നമുക്കത് കുറച്ചും കൂടെ ആയ ശേഷം ഈ 4 മണി സമയത്തുണ്ടല്ലോ, ഇത് മൈദ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലോ, കാണാൻ നല്ല ഡിസൈൻ ഉണ്ടാവും. അങ്ങനൊരു ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കാണുന്നവർക്ക് അത് ഈ സ്നാക്സ് എന്നാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെ മടക്കണം കേട്ടോ, ലെയറായിട്ട്. ഒറ്റയടിക്ക് അങ്ങനെ കമത്തിയിടരുത്, പതിയെ 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 അങ്ങ് മടക്കിയെടുക്കണം. കുറച്ചും കൂടെ ഒന്ന് മടക്കിയെടുക്കണം. നമ്മുടെ കുട്ടൻ ഇപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ ഒരു കൊതിയായി. ഏകദേശം ഒരു ഇത്തിരി ആവട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫൈനലി ദോശ സെറ്റായി. ഇതാണ് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അകം കേട്ടോ. ഞാൻ പത്തു കഴിച്ചു നോക്ക്, നേരെ പിടിക്കുക, കഴിക്കണം പിന്നെ പറയാതെ. കഴിച്ചോ? എങ്ങനെയുണ്ട്? പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിയില്ലേ? അപ്പൂസേ ഇത് കഴിച്ചു നോക്കും മോനെ, എങ്ങനെയുണ്ടോ നോക്കി പറഞ്ഞേ. പോണേല്ലേ, കഴിച്ചിട്ട് പറയണേ എങ്ങനെയുണ്ട്. മധുരമുണ്ടോ? ആ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.